ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക്. നമ്മൾ ഒരുപാട് നാളായി വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമുക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള വെർട്ടിക്കൽ വീഡിയോസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ്. എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ഹൊറിസോണ്ടലായിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ള വീഡിയോ നമ്മൾ AI ഉപയോഗിച്ചിട്ട് ഇത്തരത്തിലുള്ള എന്താ പറയുക വെർട്ടിക്കൽ ആയിട്ടുള്ള തരത്തിലേക്ക് എങ്ങനെ മാറ്റിയെടുക്കാമെന്നാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അലൈറ്റ് മോഷനും അതേപോലെ തന്നെ അഡോബ് ഫയർഫ്ലൈ എന്ന് പറയുന്ന AI വെബ്സൈറ്റും കൂടിയാണ്. ഓക്കെ, അപ്പം നമുക്ക് എന്തൊക്കെയാണ് ഇത്തരത്തിലുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്യുക. അലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്തിട്ട് അലൈറ്റ് മോഷൻ ഇൻ്റർഫേസിലേക്ക് വന്നിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട വീഡിയോയുടെ സൈസ് എന്ന് പറയുന്നത് 9:16 ആണ്. ആ ഒരു റേഷ്യോ സെലക്ട് ചെയ്തിട്ട് ക്രിയേറ്റ് പ്രൊജക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട വീഡിയോ നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നെക്സ്റ്റ് ചെയ്യേണ്ടത്. അതിനായിട്ട് പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് മീഡിയയിൽ പോയിട്ട് നിങ്ങൾക്ക് വേണ്ട ഈ ഒരു വീഡിയോ നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട ഈ ഒരു വീഡിയോ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് വേണ്ട പാർട്ട് മാത്രം നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇപ്പം നമ്മൾ ഈ ഒരു പാർട്ട് വെച്ചിട്ടാണ് ഈ ഒരു ടോപ്പിലേക്കുള്ള ഭാഗം സ്കൈ ആയിട്ടാണ് ജനറേറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോന് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വലിയ മൂവ്മെൻറ്റും കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ തന്നെ അതിലുള്ള ഒബ്ജക്ട്സ് എന്ന് വെച്ചാൽ അതിലുള്ള ആൾക്കാരൊക്കെ കറക്റ്റായിട്ട് എന്താ പറയുക വലിയ മൂവ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലാതെ റണ്ണിങ്ങിലുള്ള ക്യാമറ മൂവ്മെൻറ്റ് ഇല്ലാത്ത ഒരു ട്രൈപോഡൊക്കെ വെച്ചിട്ട് എടുത്ത പോലുള്ള ട്രൈപോഡ് വെച്ച് എടുത്തിട്ടുള്ള ക്ലിപ്സ് ആണ് നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ കറക്റ്റായിട്ടൊരു എന്താ പറയുക പ്രോപ്പർ ഇതിലേക്ക് വരുന്നതായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഒരു പെർഫെക്റ്റ് ആയിട്ട് ഇത് കിട്ടത്തില്ല. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള ക്ലിപ്പ് നമുക്ക് വേണ്ട ക്ലിപ്പ് മാത്രം നമ്മൾ ടോട്ടൽ വീഡിയോ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു ടോട്ടൽ വീഡിയോ ഒന്ന് നമുക്കിപ്പോൾ ഒരു ചെറിയ ക്ലിപ്പ് മാത്രം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ ബാക്ക്ഗ്രൗണ്ടിന് ഒരു ട്രൈപോഡ് വെച്ച് എടുത്തിട്ടുള്ള ഒരു ഷോട്ടാണ്. അതിൽ ബാക്ക്ഗ്രൗണ്ടിൽ മൂവ്മെൻറ്റും കാര്യങ്ങളൊന്നുമില്ല. ഒബ്ജക്റ്റൊക്കെ കറക്റ്റ് പൊസിഷനിലുണ്ട്. ഒബ്ജക്റ്റ് മാറിയാലും ബാക്ക്ഗ്രൗണ്ടിന് ചേഞ്ചസ് ഇല്ല. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു വീഡിയോ സെൻട്രലാണ് ഉണ്ടാവുക. ഇതേപോലെ സെൻട്രലാണ് ഉണ്ടാവുക. അത് നമ്മൾ ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് ഏറ്റവും ഡൗണിലേക്ക് അലൈൻ ചെയ്തെടുത്തു. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ വന്നിട്ട് നമ്മൾ ബ്ലാക്കിലേക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഈ ഒരു ടോപ്പിലുള്ള എക്സ്പോർട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് കറണ്ട് ഫ്രെയിം ആസ് PNG എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തിട്ട് എക്സ്പോർട്ട് കൊടുക്കുക. അപ്പം നമുക്ക് ഈ ഒരു ഇമേജ് ഗാലറിയിലേക്ക് സേവ് ആവുന്നതായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നേരെ നിങ്ങൾ ക്രോം ഓപ്പൺ ചെയ്യുക. ക്രോം ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ അഡോബ് ഫയർഫ്ലൈ എന്ന് പറയുന്ന വെബ്സൈറ്റ് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യുക. ഓക്കെ, അതിൻ്റെ സ്റ്റാർട്ടിങ് ഇൻ്റർഫേസിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജനറേറ്റീവ് ഫിൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും ഗൈസ്. ഓക്കെ, ഈ ഒരു ജനറേറ്റീവ് ഫില്ലിൽ വന്നിട്ട് ഈ ഒരു ജനറേറ്റ് വിത്ത് ഫയർഫ്ലൈ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ വന്നിട്ട് ഇവിടെ ക്രിയേറ്റ് വിത്ത് ജനറേറ്റീവ് ഫില്ലിൽ വന്നിട്ട് ക്രിയേറ്റ് വിത്ത് ഫയർഫ്ലൈ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ അപ്ലോഡ് ഇമേജ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിപ്പോൾ എക്സ്പോർട്ട് ചെയ്തെടുത്ത ഈ ഒരു ഇമേജ് നമ്മൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു എഡിറ്റിംഗ് പാനൽ ഓപ്പൺ ആയിട്ട് വരും. എന്നിട്ട് നമ്മൾ ഹാൻഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് വേണ്ടാത്ത പോർഷൻസ് വന്നിട്ട് നമ്മൾ ഇതേപോലെ റിമൂവ് ചെയ്ത് കളയാം. ഓക്കെ, ഈ ഒരു ബ്ലാക്ക് പാർട്ട് മൊത്തമായിട്ട് ഞാൻ റിമൂവ് ചെയ്ത് കളഞ്ഞു. ഇനി നമ്മൾ ഇവിടെ ജനറേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തിട്ട് 1 മിനിറ്റോ ഒരു 2 മിനിറ്റോ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവർ 4 എന്താ പറയുക ഈ ഒരു ടോപ്പിൽ ക്രിയേറ്റ് ചെയ്തിട്ട് 4 ഓപ്ഷൻസ് അവർ തരും. അതിൽ നമുക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ നമുക്ക് ചൂസ് ചെയ്യാം. ഞാൻ ജനറേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. എന്നിട്ട് നിങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഈ ഒരു വെബ്സൈറ്റ് തന്നെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് 4 ഓപ്ഷൻസ് അവർ ജനറേറ്റ് ചെയ്ത് തരും. ഓക്കെ, അപ്പം നമുക്ക് അവർ AI ജനറേറ്റ് ചെയ്തിട്ട് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് തോന്നുന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ടോപ്പിൽ കാണുന്ന ഈ ഒരു ആരോ മാർക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെയായിട്ട് ഡൗൺലോഡ് എന്ന ഓപ്ഷൻ കാണും. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ഗാലറിയിലേക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ആയിക്കോളും. ഓക്കെ, ഡൗൺലോഡ് ആവുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ഓരോരോ നമുക്ക് വേണ്ട വീഡിയോ ക്ലിപ്പിൻ്റെ ഈ ഒരു സ്റ്റാർട്ടിങ് പോർഷൻ നമ്മൾ എന്ത് ചെയ്യുക ഇമേജ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഈ ഒരു മെത്തേഡ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുക ഓരോ വീഡിയോസിലും. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ അലൈറ്റ് മോഷനിലേക്ക് വരിക. അലൈറ്റ് മോഷനിൽ വന്നിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിലേക്ക് വരിക. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിപ്പോൾ ജനറേറ്റ് ചെയ്തെടുത്ത ഈ ഒരു ഇമേജ് നമ്മൾ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഞാൻ ഈ ഒരു ഇമേജ് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമുക്ക് എത്രത്തോളമാണോ വേണ്ടത് ഈ ഒരു വീഡിയോയുടെ കറക്റ്റ് പാർട്ടിൽ വെച്ചിട്ട് ഈ ഒരു ഇമേജ് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഇമേജിൻ്റെ ലെയർ സെലക്ട് ചെയ്തിട്ട് എഫക്ട്സ് പോയിട്ട് ആഡ് എഫക്ട്സ് പോയിട്ട് വൈപ്പ് എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ എൻഡിങ് വന്നിട്ട് ഇതേപോലെ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ആംഗിൾ ജസ്റ്റ് നമ്മൾ 90 ഡിഗ്രിയിലേക്ക് ചെയ്യുകയാണ്.
ഓക്കെ. എന്നിട്ട് നമ്മൾ ഈ ഒരു എൻഡിങ് പിന്നെയും കുറച്ച് കൊടുക്കുകയാണ്. കണ്ടോ? കറക്റ്റായിട്ട് ഈ ഒരു ബ്ലാക്ക് കവർ ചെയ്യുന്നവരെ ചെയ്ത് കൊടുക്കാം. ഓക്കെ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു സ്കൈയും നമുക്ക് ഈ ഒരു വീഡിയോ പാർട്ടും ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ. ഇനി നമ്മൾ ജസ്റ്റ് ഈ ഒരു ഏരോ ക്ലിക്ക് ചെയ്തിട്ട് വീഡിയോ ഫോർമാറ്റിൽ എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പാർട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതേപോലെ നിങ്ങൾക്ക് വേണ്ട സീക്വൻസ് ഒക്കെ ഇതേപോലെ ഇതേ സെയിം മെത്തേഡ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്തിട്ട് ഫൈനലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ട സോങ് വെച്ചിട്ട് അറേഞ്ച് ചെയ്ത് നിങ്ങൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പ്രിവ്യൂവിൽ കാണിച്ച പോലെ ഒരു ഔട്ട്പുട്ട് കിട്ടുന്നതായിരിക്കും. ഇതാണ് ഇത് ചെയ്തെടുക്കേണ്ട ഒരു മെത്തേഡ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇത്തരത്തിലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങളൊന്ന് പരിഗണിക്കുക. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. സീ യു സൂൺ ഗൈസ്.